ഹായ് ഹലോ നമസ്കാരം. നിഖില വിമലിൻ്റെ പെണ്ണുകേസ് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് നിഖില വിമലിൻ്റെ പെണ്ണുകേസ്. ഈ സിനിമ ഒരു ഫീമെയിൽ ഓറിയൻ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. അപ്പം നിഖിലൻ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ലീഡായിട്ടുള്ള ഒരു നായിക എന്ന് പറയുന്നത്. ഇതിൽ ഒരു നായിക കഥാപാത്രമുള്ള സിനിമയാണിത്. ഫെബിൻ സിദ്ധാർത്ഥ് ഈ സിനിമയുടെ ഡയറക്ടറാണ്. എടുത്ത സിനിമകളെല്ലാം തന്നെ അട്ടർ ഫ്ലോപ്പാക്കിയിട്ടുള്ള മനുഷ്യനാണ്. വളരെ മോശം ഡയറക്ടറാണ്. അയ്യേ, ആളിതിൽ കഥ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ ഫെബിൻ സിദ്ധാർത്ഥ് ജ്യോതിഷ് നമ്മുടെ പ്രണയവിലാസത്തിൻ്റെ ഒക്കെ റൈറ്റ് ഇതിലുണ്ട്. ഒരുപാട് എഴുത്തുകാരും ഒരുപാട് പ്രൊഡ്യൂസേഴ്സും ഇതിലുണ്ട്. മെയിനായിട്ടുള്ള പ്രൊഡ്യൂസറായിട്ടുള്ളത് ഉമേഷ് ബെൻസൺ, ഹോളിവുഡ് പടമൊക്കെ എടുത്തിട്ടുള്ള ആളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ ബഡ്ജറ്റൊന്നുമില്ല, കാരണം ഇതിൽ ഒരുപാട് മലബാർ യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, നമ്മുടെ ബാലകൃഷ്ണ പൊതുവാളുടെ സിനിമകളൊക്കെ കാണാറില്ലേ, ഒരുപാട് പടങ്ങൾ, പ്രത്യേകിച്ച് ഈ സീരീസുകളിലൊക്കെ ഉണ്ടാവും. കണ്ണൂർ സ്ലാങ്ങൊക്കെ പിടിച്ചുകൊണ്ട് ഒരുപാട് ആക്ടേഴ്സ്, ഷുക്കൂർ വക്കീലെ പോലുള്ള ഒരുപാട് ആളുകൾ ഈ സിനിമയിലുണ്ട്. കണ്ണൂരത്തെ ഒരുപാട് ടീംസ് അവർ ആ സ്ലാങ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. അതൊക്കെ ഭാഷയൊക്കെ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ എഡിറ്ററായിട്ടുള്ള ഷമീർ മുഹമ്മദാണ്. ഷിനോസ് ഇതിൻ്റെ DOP ചെയ്തിട്ടുണ്ട്. സ്കോർ ചെയ്തിരിക്കുന്നത് അങ്കിത് മേനോൻ്റെ ചില ടൈമിലൊക്കെ ദൃശ്യത്തിലെ സ്കോറൊക്കെ ക്ലൈമാക്സ് ഇട്ട് കൊടുക്കുന്നത്. ദൃശ്യത്തിലൊക്കെ അത് വലിയ സംഭവമായിട്ട് നോക്കി അത് നിഖിലൊക്കെ റിയാക്ട് ചെയ്യുന്ന കണ്ട എൻ്റെ പൊന്നു, വളരെ മോശം പടം. ഇത് നിഖില വിമൽ നല്ലൊരു ആക്ട്രസ്സാണ്, പക്ഷേ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് കുട്ടി കളിക്കില്ല. കാരണം കുട്ടിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഇത് കോമഡിയാണ് ഉദ്ദേശിച്ചെങ്കിൽ ആ ക്യാരക്ടർ അത് സീരിയസ് ആക്കും. സീരിയസ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ ആ സീൻ അത് കോമഡിയാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ്. എല്ലാ സിനിമകളിലും ഒരേ പാറ്റേൺ യൂസ് ചെയ്തിട്ടൊരു ആക്ട്രസ്സാണ്. കുറച്ചെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഗുരുവായൂർ അമ്പലം നടയിലാന്ന് തോന്നുന്നു. പൃഥ്വിരാജിൻ്റെ ഒക്കെ ഒപ്പം ചെയ്തിട്ടുള്ള അവിടെ കുറച്ചെങ്കിലും, ബാക്കിയൊക്കെ ഒരേ പരിപാടിയാണ്. ഇതിൽ നമ്മുടെ ഹക്കീം ഷാ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഇതിൻ്റെ ജോണർ നമുക്ക് നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ, ട്രെയിലർ കണ്ടെങ്കിൽ മനസ്സിലാവും. ഒരുപാട് കല്യാണം കഴിക്കാത്ത ഒരുപാട് പുരുഷന്മാർ ഇപ്പോൾ അവരിപ്പോൾ ഈ ഓൺലൈൻ സൈറ്റുകൾ, ഇപ്പോൾ മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി, കല്യാണം കഴിച്ചാൽ മതി, കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, എത്ര പൈസ വേണമെങ്കിൽ ചിലവാക്കും, എത്ര പൊന്നുകൊണ്ട് മൂടും എന്നുള്ള മൈൻഡൊക്കെ ഉള്ള ആളുകളുണ്ട്. അതായത് ഒരു 30 വയസ്സ്, 45-48 വയസ്സ് വരെയുള്ള ഒരു പ്രായമുള്ള ഒരു കുറച്ച് ആളുകൾ. അപ്പോൾ അവരെ കൊടുത്തിട്ട് അതിൽ ഇർഷാദ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പത്തനാപുരം, നമ്മുടെ ജ്യോതിഷരത്നം പത്തനാപുരം ഉള്ള പേരെന്തായിരുന്നു, ഹരി പത്തനാപുരം, അദ്ദേഹം അങ്ങനെ ഒരുപാട് പേര് ഇതിൽ വരുന്നുണ്ട്. എന്നാൽ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുള്ള ആളുകൾ, ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകൾ, അജു വർഗീസ്, രമേശ് പിഷാരടിയൊക്കെ വന്നിട്ട് ചളി വാരി പൊത്താണ്. അതിൻ്റെ പൊന്നോ ഭയങ്കര അരോചകമായിട്ടുള്ള പരിപാടി. കണ്ടന്റ് ബേസ് ഇത് ആസ് എ റൈറ്റർ ഒരു കണ്ടന്റ് ബേസ് നോക്കുകയാണെങ്കിൽ പടം സെറ്റാണ്. കാരണം ഇത് ഉദ്ദേശിച്ചിട്ടുള്ള തോട്ട്സ് ഉള്ളു. അത് സംഭവം എനിക്ക് തോന്നുന്നൊരു ട്രൂ എലമെൻറ്റ്സ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പലയിടത്തും നടന്നിട്ടുള്ള സിറ്റുവേഷനാണിത്. അത് രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെടുത്തു വെച്ച സിനിമയിൽ ഇതൊരു കോമഡി ഒരു വർക്കൗട്ട് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരമായിട്ട് പല സീനിലും പാളിപ്പോയിട്ടുണ്ട്. നിഖില വിമൽ ഒരുപാട് പേരെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലാഷ് ബാക്ക് പരിപാടികളൊക്കെ വേറെ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് അമ്മയ്ക്ക് അസുഖമായപ്പോൾ പുള്ളിക്കാരത്തി ഈ പരിപാടി ചെയ്യുകയാണ്. ഈ ഒരുപാട് പൈസയുള്ള ആളുകളെ കണ്ട് കല്യാണം കഴിക്കുന്നത്. അവരുടെ ഫസ്റ്റ് നൈറ്റിൽ അവരുടെ ഇതൊക്കെ ഈ പൈസയും സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഒളിച്ചുകൂടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറ്റവാളിയാണ്, ക്രിമിനലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് പേരെടുത്ത് ഏകദേശം ഒരുപാട് കല്യാണം കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ അവസാനം നമ്മുടെ അജു വർഗീസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോഴാണ് പോലീസുകാർ ഇതിൻ്റെ അന്വേഷണമൊക്കെ ആയിട്ട് നമ്മുടെ നിഖിലേനെ ചോദ്യം ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കുറേ ഫ്ലാഷ് ബാക്ക്, ഇൻട്രോയിൽ വരെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര അരോചകമാണ്. അതിനുശേഷം അസഹനീയം. ഇതിന് സ്കോർ ചെയ്തിട്ടുള്ള ആളൊക്കെ അങ്കിത് മേനോനൊക്കെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്കോർ. പക്ഷേ അത് എങ്ങോട്ടൊക്കെ സ്കോർ പോകുന്നത്, അതിൻ്റെ ഒരു ആവശ്യം സിനിമയിലില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ പുരുഷന്മാർ എന്നുള്ളൊരു കാറ്റഗറി ഇതിൽ ഒരു നല്ലൊരു പ്ലസ് ആയിട്ടുള്ള ചെയ്തിരിക്കുന്ന ആൾ തന്നെ അടിപൊളി. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആളാണ് ഹക്കീം ഷാ, നല്ലൊരു പോലീസ് ഓഫീസറായിട്ടുള്ളൊരു ക്യാരക്ടർ. ഇത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കാര്യങ്ങൾ, ഭയങ്കര ആറ്റിറ്റ്യൂഡ് പിടിച്ച പരിപാടി, മാസ് സീന് കാര്യങ്ങൾ, ഭയങ്കര ഇത് അവസാനം ഭയങ്കരമായിട്ട് കോമഡി പീസാക്കി മാറ്റി. അപ്പോൾ ഈ അഭിനയിച്ചിട്ടുള്ള ആണുങ്ങളൊക്കെ തന്നെ ഭയങ്കര കോമഡി പീസുകളാണ്. അവരുടെ ഈ മോശം കാര്യങ്ങളൊന്നും ചിലപ്പോൾ റൈറ്റർ കണ്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വാട്ട് എവർ. അതൊരു പോട്ടെ, സിനിമയാണ്, ഒരു ഫീമെയിൽ ലീഡിങ് ക്യാരക്ടറുള്ള ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ എങ്കിലും ഇത് നിഖില ആയതുകൊണ്ടാണ് ഈ ഇതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു ആക്ട്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ നിഖിലയ്ക്ക് പെർഫോം ചെയ്യാൻ വയ്യ. ആദ്യം കണ്ണുന്ന മുതൽ ആ സിനിമയുടെ ഇൻട്രോ മുതൽ സിനിമയുടെ എൻഡ് വരെ ഒരേ പരിപാടി, ഒരേ പാറ്റേൺ, ഒരേ ഡെലിവറി, യാതൊരു ഇമോഷനും ഇല്ലാത്ത ഒറ്റ പേട്ടേൺ പരിപാടി. എനിക്കിന്ന് പല ഡബ്ബിംഗ് ഒക്കെ വേറെ ആൾ ചെയ്യായിരുന്നു. കാരണം ഒരേ വോയിസ് മോഡുലേഷൻ പരിപാടികൾ കൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പോക്ക്. അപ്പോൾ നിങ്ങൾ ഈ വല്ലപ്പോഴും വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഈ സിനിമ OTTയിലൊക്കെ കാണാം. അല്ലാതെ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ഈ സിനിമയിലില്ല. ജസ്റ്റ് വെറുതെ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ഇല്ല പടത്തിൽ, ഒന്നും പറയുന്നില്ല. താങ്ക് യു.